CPI സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ റിപ്പോർട്ടിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം. സർക്കാർ സപ്ലൈകോയെ കടക്കണിയിലാക്കിയെന്ന് രാഷ്ട്രീയ റിപ്പോർട്ടിൽ പറയുന്നു. വിദേശ മദ്യത്തിനോട് ഉള്ള താൽപര്യം കള്ളുചെത്തു മേഖലയോട് ഇല്ല. വീടിനകത്തും പുറത്തും സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായി നടക്കുന്ന അതിക്രമങ്ങൾ വർദ്ധിച്ചു. റിപ്പോർട്ടിന്റെ പകർപ്പ് ന്യൂസ് 18 പുറത്തുവിടുന്നു. ശരണ്യ ശേഖരനോട്. ശരണ്യ, വലിയ വിമർശനമാണ്. സർക്കാരിന്റെ ഭരണപരമായ നിരവധി പരാജയങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും രഞ്ജിത്ത്, ഈ CPIയുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലാണ് രൂക്ഷ വിമർശനം സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ ഉള്ളത് എന്നുള്ളതാണ്. അതിൽ വിവിധ ബോർഡുകളുടെ പ്രവർത്തനം സ്തംഭിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു, അവർ വീടിനകത്ത് സുരക്ഷിതരല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. ഏറ്റവും വലിയ വിമർശനം കഴിഞ്ഞ കാലയളവിൽ നേരിട്ടത്, പ്രത്യേകിച്ച് CPI ഭരിക്കുന്ന മന്ത്രിമാർ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനമായിരുന്നു കാർഷിക മേഖലയിലെ പ്രതിസന്ധിയും ഒപ്പം തന്നെ സപ്ലൈകോയുടെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആക്ഷേപങ്ങളും അതിനകത്ത് എന്ത് സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച വലിയ വിമർശനമാണ് സർക്കാരിനെതിരെ ഈ രാഷ്ട്രീയ റിപ്പോർട്ടിന്മേൽ ഉള്ളത് എന്നുള്ളതാണ്. ഈ രാഷ്ട്രീയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് സർക്കാർ സപ്ലൈകോയെ കടക്കണിയിലാക്കി എന്ന് വ്യക്തമായി ആ രാഷ്ട്രീയ റിപ്പോർട്ടിൽ പറയുന്നു. ഒപ്പം തന്നെ അവശ്യ വസ്തുക്കൾ വിലവർദ്ധനവ് ഇല്ലാതെ നൽകേണ്ടി വന്നത് വലിയ പ്രതിസന്ധിയിലേക്ക് ഈ സപ്ലൈകോയെ നയിച്ചു. എന്നാൽ ആ ഒരു പ്രതിസന്ധി ഘട്ടം നേരിട്ട ഘട്ടത്തിൽ സപ്ലൈകോ സർക്കാർ നൽകാനുള്ള തുക പോലും സപ്ലൈകോയ്ക്ക് നൽകാനായി തയ്യാറായില്ല. LDFന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ പ്രകാരമാണ് വില വർദ്ധിപ്പിച്ചുകൊണ്ട് 2024 ഫെബ്രുവരി മാസം വരെ അത്തരത്തിൽ അവശ്യ വസ്തുക്കൾ നൽകുന്നതിനായി സപ്ലൈകോ ശ്രമിച്ചു. എന്നാൽ അതിനുശേഷം അത് നൽകാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് വന്നു. വലിയ ഭീമമായ തുക തന്നെയാണ് സർക്കാർ സപ്ലൈകോയ്ക്ക് നൽകാനുള്ളത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. 1767 കോടി രൂപ സപ്ലൈകോയ്ക്ക് സർക്കാർ നൽകാനുണ്ട് എന്നും രാഷ്ട്രീയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഈ ഒരു സാമ്പത്തിക ബാധ്യതയിലേക്ക്, വലിയ കടക്കണിയിലേക്ക് നയിച്ചത് സർക്കാർ പണം നൽകാത്തത് അടക്കമുള്ള സർക്കാരിന്റെ പിടിപ്പുകേടാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ റിപ്പോർട്ടിന്മേൽ വ്യക്തമാക്കുന്നത്. മറ്റൊന്ന്, വിവിധ ബോർഡുകളുടെ പ്രവർത്തനം നിലച്ചു എന്നുള്ളതാണ്. കടാശ്വാസ കമ്മീഷൻ പണലഭ്യത മൂലം അതിന്റെ പ്രവർത്തനം സ്തംഭനത്തിലായി എന്നുള്ളത് വ്യക്തമാക്കുന്നു. ക്ഷേമ പദ്ധതികൾ, സർക്കാർ പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതികൾ ഒന്നും തന്നെ നടപ്പിലാക്കാനായി കഴിഞ്ഞില്ല എന്നുള്ള വലിയ വിമർശനം ഈ രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുണ്ട്. കർഷകർക്കായുള്ള ക്ഷേമ പദ്ധതി നടപ്പാക്കില്ല എന്ന് വ്യക്തമാക്കുന്നു. മാത്രമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങളിൽ ഒന്നുപോലും പാലിക്കാനായി ഈ ഇടത് സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള വലിയ വിമർശനം വരുന്നു. ശക്തമായ വിമർശനമാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം തന്നെ മുടങ്ങിയത് കർഷകരിൽ നിന്ന് വലിയ വിമർശനമാണ് സർക്കാരിന് നേരിടേണ്ടി വരുന്നത്. പ്രത്യേകിച്ച് CPI ഭരിക്കുന്ന കാരണം CPI ഭരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകൾ, ഒന്ന് കൃഷി വകുപ്പ്, മറ്റൊന്ന് ഈ സിവിൽ സപ്ലൈസ് വകുപ്പ്. ഈ വകുപ്പുകളുള്ള ചിറ്റമ്മ നയം അത് ചൂണ്ടിക്കാട്ടുന്നത് ഈ മുന്നണിയിലെ രണ്ടാമത്തെ പാർട്ടിയായ CPI തന്നെയാണ്. സപ്ലൈകോ അടക്കമുള്ളത് എത്രത്തോളം ആ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി എന്നുള്ള കാര്യമൊക്കെ ചൂണ്ടിക്കാട്ടുമ്പോൾ സർക്കാരിന് അല്ലെങ്കിൽ CPMന് അവഗണിക്കാനാവില്ല. തീർച്ചയായിട്ടും അത് തന്നെയാണ് പറയുന്നത്. കാരണം പണം നൽകുന്നയിടത്തെല്ലാം തന്നെ പണലഭ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിവിധ വകുപ്പുകളുടെ പ്രവർത്തനത്തെ ബാധിക്കത്തക്ക രീതിയിൽ പണം നൽകാത്തൊരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. പണലഭ്യത ഇല്ലാത്തതാണ് ഈ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ഈ വകുപ്പുകളെ തന്നെ തകർത്ത് കളയുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ്. സപ്ലൈകോ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കർഷകരിൽ നിന്ന് വലിയ വിമർശനമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത്തരമൊരു വലിയ കടക്കണിയിലേക്ക് 1767 കോടി രൂപ നൽകാനുള്ള രീതിയിൽ വലിയ കടക്കണിയിലേക്ക് സപ്ലൈകോയെ തള്ളിവിട്ടത് സർക്കാരാണ്. എന്നാൽ ആ സാമ്പത്തിക ബാധ്യത പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, കർഷകർക്ക് വേണ്ടി പറഞ്ഞ, അതായത് പ്രകടന പത്രികയിൽ കർഷകർക്ക് നൽകാമെന്ന് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ പാലിക്കാൻ, ഒന്നും തന്നെ എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ റിപ്പോർട്ടിൽ പോകുന്നത്. ഒന്നും തന്നെ പാലിക്കാനായി സർക്കാരിന് കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. അവിടെയും സാമ്പത്തിക പ്രതിസന്ധി വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, അതിക്രമങ്ങൾ വർദ്ധിച്ചു. വീടിനകത്തും പുറത്തും സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായി നടക്കുന്ന അതിക്രമങ്ങൾ വർദ്ധിച്ചു എന്ന് വ്യക്തമാക്കുന്നു. ഒപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നേരിട്ടത് വലിയ തിരിച്ചടിയാണ് എന്നുള്ളതും ഈ രാഷ്ട്രീയ റിപ്പോർട്ട് മുതൽ വ്യക്തമാക്കുന്നുണ്ട്. തൃശൂർ സീറ്റിൽ BJP സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ കഴിഞ്ഞു. നിയമസഭാ മണ്ഡലങ്ങളിൽ BJPക്ക് ഗണ്യമായ വോട്ട് വർധനവുണ്ടായി. ഇത് ഗൌരവത്തോടുകൂടി കാണണമെന്നും രാഷ്ട്രീയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ അനുഭവത്തിൽ വലിയ ജാഗ്രത വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കാണിക്കേണ്ടതുണ്ട് എന്നുള്ളതുമാണ്. ഇത്തരത്തിൽ രൂക്ഷ വിമർശനങ്ങൾ
അടങ്ങിയ പ്രവർത്തന റിപ്പോർട്ടിന്റെ ഭാഗങ്ങളാണ് ന്യൂസ് 18 ഇപ്പോൾ പുറത്തുവിടുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് വിദേശ മദ്യത്തോടുള്ള താല്പര്യം കള്ളുചെത്ത് തൊഴിലാളികളോട് ഇല്ല എന്നുള്ളതാണ്. അതായത് പരമ്പരാഗത വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്നുള്ള വിമർശനമാണ് ഈ രാഷ്ട്രീയ റിപ്പോർട്ടിന്മേൽ ഉള്ളത്. ഈ പരമ്പരാഗത വ്യവസായങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാധാന്യമോ അവർക്ക് നൽകേണ്ട ആനുകൂല്യങ്ങളോ നൽകുന്നതിൽ ഈ സർക്കാരിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അത് പ്രധാനമായും കള്ളുചെത്ത് മേഖല, കാർഷിക മേഖല, ഒപ്പം തന്നെ കയർ തൊഴിലാളികൾ അടക്കമുള്ള വിവിധ പരമ്പരാഗത കശുവണ്ടി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള വിവിധ പരമ്പരാഗത തൊഴിലാളികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഇടപെടൽ LDFന്റെ പ്രകടന പത്രികയിൽ മുന്നോട്ട് വെച്ചെങ്കിലും അത് നടപ്പിലാക്കാൻ രണ്ടാം പിണറായി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള വ്യക്തമായ വിമർശനമാണ് ഉള്ളത്. മാത്രമല്ല ചെത്തു തൊഴിലാളികൾ കേരളത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയും മാറ്റത്തിന് വേണ്ടിയും വലിയ പോരാട്ടം നടത്തിയവരാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടി ഈ റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ പറയുന്നത് പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികൾക്കായി രൂപീകരിച്ച ബോർഡുകളൊന്നും തന്നെ, പ്രത്യേകിച്ച് ക്ഷേമനിധി ബോർഡുകളൊന്നും തന്നെ ഇപ്പോൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല. പണമില്ലാത്തത് ക്ഷേമ പദ്ധതികൾക്ക് ആകെ തടസ്സമാകുന്നു എന്നുള്ളതാണ്. ഒപ്പം ഈ വിദേശ മദ്യത്തോട്, അതായത് നമുക്കറിയാം വിദേശ മദ്യത്തെ സംബന്ധിച്ചുള്ള വിദേശ മദ്യത്തോട് കാണിക്കുന്ന ആ താല്പര്യം ഈ കള്ളുചെത്ത് വ്യവസായങ്ങൾ പോലെയുള്ള സാധാരണ വിഭാഗങ്ങളോട് കാണിക്കുന്നില്ല എന്നടക്കമുള്ള വിമർശനം ഉയർന്നു. ഒപ്പം തന്നെ വിവിധ ബോർഡുകളുടെ പ്രവർത്തനങ്ങൾ, എല്ലാ ക്ഷേമനിധി ബോർഡുകളുടെയും പ്രവർത്തനങ്ങൾ സ്തംഭനത്തിലാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും രൂക്ഷ വിമർശനം സർക്കാരിനെതിരെ മുന്നണിയിലെ രണ്ടാമത്തെ പ്രമുഖ കക്ഷിയായ CPI ഉന്നയിക്കുന്നു എന്നത് ചില്ലറ കാര്യമല്ല. അത് ആ തരത്തിൽ തന്നെ സർക്കാരിന് അവഗണിക്കാനുമാവില്ല. MLA